മോട്ടു നിന്നെ എന്റെ കൈ കിട്ടി ഞാൻ അടിക്കുവേ. ആദ്യം നീ പിടിക്കരുത് ചേച്ചി എന്നെ. നിക്കടവിടെ. കിട്ടി. ഇനി നീ ഓടുന്നോന്ന് ഞാൻ കാണട്ടെ. ചേച്ചി വിടേ. വിടൂല. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചതല്ലേ. നിക്ക് അമ്മ വരട്ടെ. മാടി. അമ്മേ. ആ. അയ്യോ ചേട്ടാ ഇവിടെ ഉണ്ടെന്നോ? എന്താടാ രണ്ടെണ്ണം കൂടി ഇവിടെ എന്തെങ്കിലും കാണിക്കുന്നേ? ചേട്ടാ അത് പിന്നെ. അമ്മേ. അയ്യോ ചേട്ടാ മിണ്ടല്ലേ. പൊന്നു ചേട്ടല്ലേ മിണ്ടല്ലേ. മാറാ. അമ്മേ. ഒന്ന് ഓടി വാ. എന്റെ പൊന്നമ്മ പറയുന്ന മൊത്തം പച്ച കള്ളാണ്. ഈ രണ്ടെണ്ണം കൂടി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി. അങ്ങനെ അവർ എന്റെ റൂമിലെത്തി. അപ്പൊ ചേട്ടന്റെ റൂമിലേക്ക് വന്ന്. അപ്പൊ ചേട്ടൻ ഇവിടെ നല്ല ഉറക്കം. അപ്പൊ മോട്ട് പറഞ്ഞ് ചേട്ടനെ എണീപ്പിക്കാന്ന്. അങ്ങനെ വന്നതാ. എന്നെ എണീപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനടാ? എവിടെ കൊണ്ടുപോവാൻ? പിന്നെ കറങ്ങാൻ കൊണ്ടുപോകാൻ നിക്കല്ലേ. ഒന്ന് പോയടി. നല്ലോണം ഉറങ്ങി വരേം അതും പോക്കി. ഞാൻ വേറെ എന്ത് ചെയ്യാനമ്മേ? എന്ത് പണി? വേണ്ട അമ്മ, ഞാൻ ഒന്ന് വന്നിട്ടല്ലുള്ളൂ. പ്ലീസ്. ആ ശരി, ഞാനൊന്ന് ഉറങ്ങട്ടെ. എന്ത് ബോറടിയാണ്. ഒരു പണിയില്ല. എന്തപ്പ ചെയ്യാ? ഫോൺ അടിക്കണ്ടല്ലോ. ഇതാര ഈ നേരത്ത്? ആ മീരയാണല്ലോ. ഹലോ, എന്താണ് സാറേ, ബിസി ആണല്ലോ? നിനക്ക് വിളിക്കാനൊന്നും നേരല്ലല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, ഇവിടെ ഫുൾ ബിസിയാ. ചേട്ടൻ എന്തിനാ വിളിക്കാൻ പറഞ്ഞേ? ഒന്നുമില്ല, വെറുതെ എന്നോട് സംസാരിച്ചിരിക്കാലോ. ഓ, വെറുതെ സംസാരിക്കാൻ വിളിച്ചതാണോ? എന്നാ പറ, ഞാൻ കേക്കാം. നീ പറയടോ, ഞാൻ കേക്കാം. നിനക്കല്ലേ ഇപ്പൊ വീട്ടില് കൊറേ വിശേഷമുള്ളത്. പറ. എന്ത് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇടല്ല. ചേട്ടനെ പറയാനേ, നാളെ ഓഫീസിൽ പോണ്ടേ? നാളെ പോണം. നാളെ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെന്തൊക്കെയാ? എടോ, ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ? ആ പറ. എന്തേ? അത് പിന്നെ എനിക്ക് മീരേ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ചേട്ടൻ വന്ന്. ബൈ. വെക്കല്ലേ, ഒരു മിനിറ്റ്. എന്ത് കഷ്ടാണ്. ഞാനിതെന്നാ അവളോട് പറയാ? നന്നായി, അമ്മേ വന്നു. ഇനി വാതിലോർക്കാം. നീ ആരെ വിളിച്ചേ? അതെന്റെ ഒരു ഫ്രണ്ടാ. വാ, അമ്മ വിളിക്കുന്നു, ചായ കുടിക്കാൻ. ചേട്ടൻ ഞാൻ വരാം.